ഹായ് ഫ്രണ്ട്സ്, സ്റ്റേറ്റ് ടു ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാനൊരു PCB എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഡയോഡ് കപ്പാസിറ്ററൊക്കെ ഇട്ട് ഒരു ഡുവൽ പവർ സപ്ലൈ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു ആംപ്ലിഫയർ നമ്മൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് ഡുവൽ പവർ സപ്ലൈ വേണം. അപ്പം നമുക്ക് വേണ്ടിയത് ഒരു ഡുവൽ പവർ സപ്ലൈ എന്ന് പറയുന്നത് മാക്സിമം 35 വോൾട്ടാണ് വേണ്ടിയത്. അപ്പോൾ നമുക്കിവിടെ ഞാൻ ഈ PCB എടുത്തിട്ട് ഇതിൽ നമ്മൾ ഡയോഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഡയോഡ് 6 ആംസിൻ്റെ 4 ഡയോഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആദ്യം ഈ ഡയോഡ് അതിനകത്ത് റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഡയോഡിൻ്റെ ലീഡുകൾ നല്ല രീതിയിൽ നല്ല ക്ലീൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ ബോർഡിൽ നമുക്കത് പ്ലേസ് ചെയ്യുക, സോൾഡർ ചെയ്യുക. പിന്നെ കപ്പാസിറ്റർ അതുപോലെ 2 കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. 4700 MFD ആണ്. അതുപോലെ തന്നെ 50 വോൾട്ടാണ്. ഞാൻ ആദ്യം ഡയോഡ് അതിൻ്റെ ലീഡുകൾ ഒരു ബ്ലേഡ് വെച്ച് നന്നായിട്ട് നൈഫ് വെച്ച് ക്ലീൻ ചെയ്യുകയാണ്. ക്ലീൻ ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സോൾഡറിങ് ചെയ്യാൻ പറ്റും. ഇപ്പം നല്ല ക്ലീൻ ചെയ്യാതെ നമ്മൾ സോൾഡറിങ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ഡ്രൈ സോൾഡറിങ് ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നത്. അതുപോലെ കപ്പാസിറ്റർ നമ്മൾ എടുത്ത് അതിൻ്റെ ലീഡുകൾ ക്ലീൻ ചെയ്തതിന് ശേഷം PCBയിൽ നമ്മൾ അസംബിൾ ചെയ്യുകയാണ്. നമുക്കത് സോൾഡറിങ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്കിതിനകത്ത് ഡയോഡും 4 ഡയോഡും അതുപോലെ 2 കപ്പാസിറ്ററുമാണ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ PCB ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാണാനൊരു ഭംഗിയായിട്ടിരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഡയോഡും അതുപോലെ കപ്പാസിറ്ററൊക്കെ നമ്മൾ PCBയിലാണ് അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബെൻഡ് ചെയ്യണം. ഈ ഡയോഡിൻ്റെ ലീഡുകൾ നമുക്ക് ബെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരു നോസ് പ്ലെയർ എടുത്ത് ഈ രീതിയിൽ നമുക്ക് ബെൻഡ് ചെയ്യാം. ബെൻഡ് ചെയ്തതിന് ശേഷം ഈ PCBയിൽ വെച്ച് നോക്കുക, അതിൻ്റെ എത്ര ലെങ്ത്തിലാണ് ഇനി അടുത്ത അതിൻ്റെ ലീഡ് നമുക്ക് ബെൻഡ് ചെയ്യണം നോക്കുക. അതനുസരിച്ച് ഈ രീതിയിൽ ബെൻഡ് ചെയ്ത് പ്ലേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ സോൾഡറിങ് ചെയ്യുന്നതിന് മുമ്പ് ഫ്ലെക്സ് ഉപയോഗിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഫ്ലെക്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഡയോഡ് നല്ല രീതിയിൽ പ്രോപ്പറായ രീതിയിൽ അവിടെ പ്ലേസ് ചെയ്യാം. അതിനുശേഷം ലിക്വിഡ് ഫ്ലെക്സ് ഉപയോഗിച്ച് ലിക്വിഡ് ഫ്ലെക്സോ എന്തെങ്കിലും ഫ്ലെക്സ് നമുക്ക് ഉപയോഗിച്ച് നല്ല രീതിയിൽ സോൾഡർ ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ ഇത് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു ആംപ്ലിഫയർ ബോർഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമുക്ക് 35 വോൾട്ടേജാണ് ഡുവൽ പവർ സപ്ലൈ ആണ് വേണ്ടി. ഇപ്പോൾ -35 +35 ഗ്രൗണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അതിന് വർക്കിങ്ങിന് വേണ്ടിയ സപ്ലൈ വേണ്ടിയത്. അപ്പോൾ നമുക്ക് ഒരു ട്രാൻസ്ഫോമർ വേണം. സെക്കൻഡറി സൈഡ് 24 ഒരു 3 ആംസിൻ്റെ ട്രാൻസ്ഫോമറാണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത്. അപ്പം ഞാനിവിടെ 24 AC സെക്കൻഡറി സൈഡിൽ നിന്ന് വരുന്ന AC നമ്മൾ ഈ ബോർഡിലേക്ക് കൊടുക്കുമ്പോൾ, ഡയോഡിന് കൊടുക്കുമ്പോൾ നമുക്ക് ഫിൽട്രേഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഒരു മാക്സിമം 35-നടുത്ത് വോൾട്ടേജ് വന്നാൽ മതി. ഇപ്പോൾ 35 കൂടേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ആംപ്ലിഫയർ ബോർഡ് മാക്സിമം വോൾട്ടേജ് 35 വോൾട്ടാണ്. നമ്മൾ ഡയോഡ് ഇതുപോലെ സോൾഡറിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലീഡുകൾ നമുക്ക് കട്ട് ചെയ്യണം. കട്ടർ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിടിച്ചുകൊണ്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് തെറിച്ച് പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് തെറിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്ത് ടെസ്റ്റിങ്ങിൽ ഇട്ടേക്കുന്ന പല ഇലക്ട്രോണിക്സ് ഇൻവെർട്ടറുകൾ അതുപോലെ തന്നെ പല എക്യുപ്മെൻറ്റ്സൊക്കെയുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് വീണ് കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ടൊക്കെ ആകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ലീഡുകളിൽ പിടിച്ചുകൊണ്ട് കട്ട് ചെയ്യുന്നത്. നമുക്ക് കപ്പാസിറ്ററും അതുപോലെ ഞാൻ അതിനകത്ത് പ്ലേസ് ചെയ്തു. അതിനുശേഷം സോൾഡർ ചെയ്യുകയാണ്. അപ്പോൾ പ്രോപ്പറായ രീതിയിൽ സോൾഡർ ചെയ്യണമെങ്കിൽ ഒരു കയ്യിൽ സോൾഡറിങ് ആണ്, മറ്റേ കയ്യിൽ അതുപോലെ തന്നെ ലെഡ് നമ്മൾ ഈ രീതിയിൽ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് സോൾഡർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ബോർഡിൽ നമുക്ക് 2 സപ്ലൈ, ഇതിപ്പോൾ നമുക്ക് ഡുവൽ സപ്ലൈക്ക് വേണ്ടി എടുത്തേക്കുന്നതാണ്. ആ ബോർഡിൽ തന്നെ വീണ്ടും 12 വോൾട്ടിൻ്റെ DC ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഫിൽട്രേഷൻ ചെയ്ത് എടുക്കാനുള്ളൊരു ഓപ്ഷനോടുണ്ട്. നമുക്ക് പക്ഷേ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഈ ഡുവൽ സപ്ലൈ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി മാത്രമുള്ള ഡയോഡും കപ്പാസിറ്ററുകളും നമ്മൾ അതിനകത്ത് പ്ലേസ് ചെയ്യുന്നുള്ളൂ. അസംബ്ലിങ് നമ്മൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതുപോലെ IP എടുത്ത് നന്നായിട്ട് രീതിയിൽ സ്പ്രേ ചെയ്തതിന് ശേഷം ഇതുപോലുള്ള ബ്രഷുണ്ട്, നല്ല രീതിയിൽ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യാം. നല്ല രീതിയിൽ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കോട്ടൺ വേസ്റ്റ് തുടച്ചെടുക്കുക. അപ്പോൾ കോട്ടൺ വേസ്റ്റ് വെച്ച് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം കോട്ടൺ വേസ്റ്റ് വെച്ച് തുടച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെയാണ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചാനലിൽ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമാണെങ്കിൽ കാണാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക.
മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.